ஆற்றில்லாவழியாதும் இறைவனே போற்றுவன் போற்றி போற்றுவன் போற்றி புகழ்மின் புகழ்ந்தெழு மேத்திசைக்கும் கிழக்கும் திசையேற்றோடும் மாற்றுவன തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 4-ാം തന്ത്രത്തിലെ പുതിയ ഒരു കാണ്ഡത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഭൈരവ ചക്രം എന്നാണ് ആ കാണ്ഡത്തിൻ്റെ പേര്. ഭൈരവൻ എന്നുള്ളത്, ഭൈരവമൂർത്തി എന്നുള്ളത് ശിവൻ്റെ ഒരു രൂപാന്തരമാണ്. 8 മൂർത്തികളിൽ ഒന്നാണ് ഈ ഭൈരവ മൂർത്തി. അത് ചുടലദേവൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചുടലദേവൻ, ശ്മശാനത്തിൽ കുടികൊള്ളുന്ന ഭൈരവനെയാണ് നാം സാധാരണ ആരാധിക്കാറുള്ളത്. ഭൈരവനെ ആരാധിക്കുന്നത് പ്രധാനമായിട്ടും ഭൂതപ്രേത പിശാചാദികൾ മാറിക്കിട്ടാൻ വേണ്ടിയും അതേപോലെ തന്നെ ശരീരത്തിലും മനസ്സിലും കുടികൊള്ളുന്ന മലിനവികാരങ്ങളെ നശിപ്പിക്കാനും ഭൈരവമൂർത്തിയുടെ ഉപാസന നമ്മെ സഹായിക്കുന്നു. ഭൈരവ പൂജയിലൂടെ നാം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും പവിത്രമാക്കി ശിവശരീരമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് അനേകം ഭൂതപ്രേത പിശാചാദികളുടെ ദുഷ്ചിന്തകളും ദുഷ്പ്രവൃത്തികളും നമ്മെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇത് ശരീരത്തിലും മനസ്സിലും ബാധിക്കുന്നതാണ്. പലതരത്തിലുള്ള രോഗങ്ങളിലൂടെ, പലതരത്തിലുള്ള അപസ്മാര ആദി രോഗങ്ങളിലൂടെ നമ്മെ ഇത് ബാധിക്കാറുണ്ട്. ഈ ബാധകളെയെല്ലാം അകറ്റാൻ ഭൈരവമൂർത്തിയുടെ ഉപാസന നമ്മെ സഹായിക്കും. ഭൈരവമൂർത്തിയെ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളുടെ മേൽ ആധിപത്യം ചെലുത്താനും നമ്മുടെ മനസ്സിലുള്ള കാമക്രോധ ലോഭ മോഹാദികളെ പൂർണ്ണമായും നശിപ്പിക്കാനും നമ്മുടെ ശരീരത്തിൽ കുടികൊള്ളുന്ന ആ നെഗറ്റീവ് എനർജിയെ പൂർണ്ണമായും ഇല്ലാതാക്കാനും ഭൈരവോപാസന നമ്മെ സഹായിക്കുന്നതാണ്. ഇവിടെ ഭൈരവ ചക്രത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ഭൈരവമൂർത്തിയുടെ ഉപാസനയെക്കുറിച്ചിട്ടാണ് ഇവിടെ തിരുമൂലദേവൻ നമ്മളോട് പറയുന്നത്. നോക്കൂ, ഭൈരവൻ ശൂലം കപാലത്തെയും ധരിച്ച് തൻ്റെ വൈരിയെ കൊല്ലുമെന്ന ചിത്തത്തിൽ ഉറപ്പിച്ചാൽ മാരണം വന്നെടുക്കും കാലത്ത് ഭൈരവൻ്റെ വീര്യം തനിക്കുമുണ്ടായി വൈരിയെ ജയിച്ചിടാം. അപ്പോൾ അനേകം മാരണങ്ങളാകുന്ന വൈരികളെ നശിപ്പിക്കാൻ ഈ ഭൈരവ പൂജ സഹായിക്കും. എങ്ങനെയുള്ള ഭൈരവൻ? കയ്യിൽ ശൂലവും കപാലവും ധരിച്ച ഭൈരവൻ. ആ മഹാഭൈരവനെ ഭജിച്ചാൽ, പ്രീതിപ്പെടുത്തിയാൽ വൈരിയെ മുഴുവനും കൊന്നൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ചിത്തത്തിൽ ഭൈരവനെ പ്രതിഷ്ഠിക്കുക. എങ്ങനെയുള്ള ഭൈരവൻ? ശൂലവും കപാലവും ധരിച്ച ഭൈരവനെ. ശിവൻ്റെ ഒരു രൂപാന്തരം തന്നെയാണ്. ആ ശൂലവും കപാലവും ധരിച്ച ഭൈരവനെ ചിത്തത്തിൽ, ഹൃദയത്തിൽ ഉറപ്പിച്ച് നിർത്തുക. അങ്ങനെ ഉറപ്പിച്ചാൽ എന്തു പറ്റുന്നു? നമ്മുടെ ശരീരത്തിലും മനസ്സിലും കുടികൊള്ളുന്ന എല്ലാ മാരണങ്ങളെയും നശിപ്പിക്കാൻ കഴിയും. മാത്രമല്ല, ഭൈരവൻ്റെ വീര്യം തനിക്കുമുണ്ടായി വൈരിയെ ജയിച്ചിടാം. അപ്പോൾ ഭൈരവൻ്റെ വീര്യമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഒരു ഭക്തൻ്റെ, ഒരു സാധകൻ്റെ
ഭൈരവ സാധനയിലൂടെ സാധകൻ ഭൈരവനായി തന്നെ മാറുന്നു. വീര്യം നിറഞ്ഞ, അതാണ് വീരഭാവമാണ് ഇവിടെ. ആ വീരഭാവം നിറഞ്ഞ ഭൈരവനായി സാധകൻ മാറുന്നു. അതായത് എല്ലാ മാരണങ്ങളെയും എല്ലാ ശത്രുക്കളെയും, മാനസികവും ശാരീരികവുമായ എല്ലാ ശത്രുക്കളെയും നശിപ്പിക്കുവാൻ ഭൈരവ സാധന കൊണ്ട് കഴിയും. അതിന് ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഹൃദയത്തിൽ കപാലവും ശൂലവും പിടിച്ചു നിൽക്കുന്ന ആ ഭൈരവനെ പ്രതിഷ്ഠിക്കുക. അങ്ങനെ ഭൈരവ വീര്യം സ്വായത്തമാക്കുക. ഭൈരവ വീര്യം സ്വായത്തമാക്കിയാൽ എല്ലാ മാരണങ്ങളെയും നശിപ്പിക്കാൻ കഴിയും. ഇനി അടുത്ത പാടൽ, ആരെയും ആകർഷിക്കാൻ ഭൈരദേവൻ തൻ്റെ ദേഹത്തിൽ പടങ്ങളെല്ലാം അണിഞ്ഞ് നിൽക്കുന്ന മട്ടിൽ തലമണ്ടയോടും ശൂലം തലയും പിന്നുടുക്കും കയറോടും വാളും കയ്യിലേന്തി പിടിച്ചിടണം. ഇനി ശരിക്കും ഭൈരവൻ്റെ അതിഗംഭീരമായ ഒരു ചിത്രം ഇവിടെ തിരുമൂലദേവൻ വരച്ചു വയ്ക്കുകയാണ്. എന്തൊക്കെയാണ്? ശൂലകപാലം കയ്യേന്തി നടക്കുന്ന ഭൈരവൻ്റെ രൂപം. പിന്നെ കൈകളിൽ എന്തൊക്കെയാണ്? നോക്കൂ, ജീവനിൽ പറ്റി പടർന്നു നിന്ന് അരുൾ വർഷിക്കുന്ന ഭൈരവൻ്റെ ഇരു കൈകളിലും കപാലവും ശൂലവും ഏന്തി നിൽക്കുന്നു. പിന്നെ മറ്റിരു കൈകളിൽ ഉടുക്കും പാശവും അടക്കി നിൽക്കുന്നു. പിന്നെ ഇനിയുള്ള ഇരു കരങ്ങളിൽ ശിരസും വാളുമേന്തി കാഴ്ച തരുന്ന ഭൈരവൻ. അങ്ങനെ 6 കരങ്ങൾ കൊണ്ട ഭയങ്കര രൂപം. അപ്പോൾ 6 കരങ്ങളിലും 6 ഭൈരവ ഉപകരണങ്ങൾ വഹിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? ശൂലം, കപാലം, ഉടുക്ക്, പാശം, പിന്നെ ശിരസ്, വാള് തുടങ്ങിയവ 6 കരങ്ങളിൽ ധരിച്ചിരിക്കുന്ന ഭൈരവനെ ഞാനിതാ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അങ്ങനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച ഭൈരവൻ നമുക്ക് ഭൈരവ വീര്യത്തെ പ്രദാനം ചെയ്യുന്നു. ഇതാണ് തിരുമൂലദേവൻ ഇവിടെ പറയുന്നത്. പിന്നെ നോക്കൂ, ഭൈരവദേവൻ കയ്യിൽ കാണുമീ ചൊന്ന 6ഉം ഭൈരവദേവൻ തൻ ശരീരം ചുവന്നിരിക്കും. ഭൈരവദേവൻ വീര്യമോടെ വിളങ്ങി നിൽക്കും. ആരിലും ചിത്തശുദ്ധിയോടെ ശിവത്തെ ഓർത്താൽ, അതായത് മനസ്സ് പരിശുദ്ധമായി ശിവനിൽ ലയിക്കുമ്പോൾ ഭൈരവദേവൻ വീര്യമോടെ നമ്മുടെ ഹൃദയത്തിൽ വിളങ്ങി നിൽക്കും. എങ്ങനെ? കയ്യിൽ ഈ 6 ഉപകരണങ്ങളും പിടിച്ച്, ശൂലവും അതേപോലെ തന്നെ കപാലവും അതേപോലെ തന്നെ പാശവും ഉടുക്കും അതേപോലെ ശിരസും വാളും എല്ലാം ഏന്തി നിൽക്കുന്ന ആ ഭൈരവൻ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. അങ്ങനെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ ആ ഹൃദയവാസിയായ ഭൈരവൻ നമുക്ക് ഭൈരവ വീര്യത്തെ പ്രദാനം ചെയ്യും. അങ്ങനെ ആ ഭൈരവനെ പ്രതിഷ്ഠിച്ച ശേഷം 1000 മലർ തൂകി അർച്ചന ചെയ്തു പോരും. 1000 തേൻപാത്രങ്ങൾ തൂകി നീ കുളിപ്പിക്കൂ. ഭൈരവൻ അഴകോട് ചാന്തും ജവാതു പുഴുകും പൂശി നീ പൂജ ചെയ്തിട്ടുള്ള ആ ഗർഭക്ഷേത്രേ, എൻ്റെ ഗർഭക്ഷേത്രത്തിൽ, എൻ്റെ ഹൃദയത്തിൽ ആരെ? ഭൈരവനെ പ്രതിഷ്ഠിച്ചിട്ട് 1000 മലർ തൂകി അർച്ചന ചെയ്തു. 1000 പുഷ്പങ്ങൾ അർപ്പിച്ച് നീ ഭൈരവനെ പൂജിക്കൂ. അതേപോലെ തേൻ കൊണ്ട് അഭിഷേകം ചെയ്യൂ. അതേപോലെ മറ്റു സുഗന്ധദ്രവ്യങ്ങൾ ശരീരത്തിൽ സങ്കൽപ്പിച്ച് പുരട്ടി ഭൈരവ പൂജ ചെയ്യൂ. അങ്ങനെ ചെയ്യുമ്പോൾ ഹൃദയമേ നീ ഇച്ഛിക്കുമാറ് നിന്നരികളെല്ലാം തൊലയുമെന്നുറച്ചിടും. നിന്നോട് യുദ്ധം ചെയ്താൽ ആശിച്ച മട്ടിലെല്ലാം കൈവരാനായി നീയും ശാസിച്ച പോലെ തന്നെ നീ നടന്നിടുമെങ്കിൽ. നീ അങ്ങനെ ശിവ ഭഗവാന്റെ അനുഗ്രഹത്തോടെ ഭൈരവ പൂജ ചെയ്യുമ്പോൾ
എന്ത് സംഭവിക്കുന്നു? നീ ഇച്ഛിക്കുമാറ് നിന്നരികളെല്ലാം തൊലയും. നിന്റെ ശത്രുക്കൾ, ബാഹ്യവും ആഭ്യന്തരവുമായ എല്ലാ ശത്രുക്കളും നീ നശിപ്പിക്കും. അതായത് ഭൈരവൻ നമ്മിൽ കുടികൊള്ളുന്ന എല്ലാ ശത്രുക്കളെയും യുദ്ധം ചെയ്ത് നശിപ്പിക്കും. പിന്നെയോ ആശിച്ച മട്ടിലെല്ലാം കൈവരും. നാം എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹങ്ങളെല്ലാം ഭൈരവ പൂജയാൽ കൈവരും, എല്ലാം നടക്കും. അപ്പോൾ ശുഭപര്യവസായിയായ ജീവിതം സമാധാനപൂർണമായി ശക്തിപൂർണമായി തീരണമെങ്കിൽ ശക്തിദേവനായ വീര്യവാനായ ഭൈരവനെ പൂജിക്കുക എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. അപ്പോൾ ശിവൻ്റെ തന്നെ അഷ്ടമൂർത്തികളിൽ ഒന്നായ ഭൈരവനെ നീ പൂജിച്ച് വീര്യം കൈവരിക്കുക. അതാണ് ഇവിടെ പറയുന്നത്. നീ വീര്യം നേടണം. ജീവിത വിജയത്തിന് വീര്യം അനിവാര്യമാണ്. ആ വീരഭാവം കൈവരിക്കാൻ ശിവനിലെ ഭൈരവഭാവത്തെ നീ ആരാധിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ തിരുമൂലദേവൻ നമ്മളോട് പറയുന്നത് ഭൈരവദേവനെ ആരാധിച്ച് നീ മഹാവീരനായിത്തീരുക, വീര്യം കൈവരിക്കുക. വീര്യം കൈവരിച്ചാൽ മാത്രമേ ശത്രുക്കളെ, ശാരീരികവും മാനസികവുമായ എല്ലാ ശത്രുക്കളെയും നിനക്ക് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ യുദ്ധവിജയത്തിനായിക്കൊണ്ട് ഞാനിതാ ഭൈരവനെ പൂജിക്കുന്നു എന്നാണ് തിരുമൂലദേവൻ ഇവിടെ പറയുന്നത്. ഓം ശിവായ തിരുമൂലദേവായ നമഃ.